ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ റൈസപ്പ് എത്തിക്സ് 30 ഡേയ്സ് ചാലഞ്ചസിൻ്റെ ഡേ 5 ആണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ എത്തിക്സിൻ്റെ ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ബേസിക്കലി നമ്മൾ ഇന്നത്തെ സിലബസ് ആയിട്ട് നമ്മളിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റൊക്കെ രാവിലെ ക്ലാസ്സിൽ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനും കൂടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇത് PYQ ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ മോഡേൺ ടൈംസ് ഈസ് ട്രേസ്ഡ് ടു എ നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ്. ഡിസ്കസ് കാണുമ്പോൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഓഫ് കണ്ടൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പല പല പേഴ്സ്പെക്റ്റീവ്സ് കൊണ്ടുവരാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബേസിക്കലി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം ഡീകോഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ മോഡേൺ ടൈംസ് ഈസ് ട്രേസ്ഡ് ടു എ നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ്. അതായത് മോഡേൺ ടൈംസിൽ നമുക്കൊരു എത്തിക്കൽ വാല്യൂവിൻ്റെ ലോസ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസിൽ ഒരു ഡിസ്റപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതാണ് ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് മോഡേൺ ടൈംസിൽ ഉണ്ടെന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിസ്റപ്ഷൻ ഇൻ എത്തിക്കൽ വാല്യൂസ് ഇസ് ബിക്കോസ് ഓഫ് ദ നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ് ഇൻ മോഡേൺ ലൈഫ്. മോഡേൺ ടൈംസ് കാരണമാണെന്നാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി ട്രഡീഷണലി നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഗുഡ് ലൈഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി നാരോവർ ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബേസിക്കലി ഈ പറയുന്ന ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഉണ്ടാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ബേസിക്കലി എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഗുഡ് ലൈഫ് എന്താണ് എന്നുള്ളതിന് ഒരു ധാരണ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ മോഡേൺ ടൈംസ് പറയുന്നത് കൊണ്ട് തന്നെ 2 തരത്തിൽ വരും. ട്രഡീഷണൽ ടൈംസിൽ എങ്ങനെയായിരുന്നു ഗുഡ് ലൈഫ്, അല്ലെങ്കിൽ മുൻപുള്ള പീരീഡിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഗുഡ് ലൈഫിനെ പെർസീവ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ മോഡേൺ ടൈംസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗുഡ് ലൈഫിനെ പെർസീവ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പം ട്രഡീഷണൽ ടൈംസിൽ നിന്ന് മോഡേൺ ടൈംസിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു നാരോ വിഷൻ എങ്ങനെയാണ് ഈ പറയുന്ന എത്തിക്കൽ വാല്യൂസിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതൊരു കോട്ട് ബേസ്ഡ് ആയിട്ട് തുടങ്ങാം വേണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു കോട്ടാണ്. ഗ്രേറ്റ് പാർട്ട് ഓഫ് മിസറീസ് ഓഫ് മാൻകൈൻഡ് ഈസ് ബ്രോട്ട് അപ്പോൺ ബൈ ഫോൾസ് എസ്റ്റിമേറ്റ്സ് ദേ ഹാവ് മെയ്ഡ് ഓഫ് ദ വാല്യൂ ഓഫ് തിങ്സ്. അതായത് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിൽ നമ്മുടെ പെർസെപ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ് ബേസിക്കലി നമുക്ക് സഫറിങ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് മിസറീസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മോഡേൺ ടൈംസിലെ എത്തിക്കൽ വാല്യൂ ക്രൈസിസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഈ മോഡേൺ ടൈംസിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത് വളരെ നാരോവർ ആയതുകൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ ലെൻസിലൂടെ ആയതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് ഇപ്പോൾ ഉള്ള ഈ സഫറിങ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ലോകത്ത് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് പല പല പേഴ്സ്പെക്റ്റീവ്സ് എടുത്തിട്ട് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണലി നമ്മൾ എങ്ങനെയായിരുന്നു ഗുഡ് ലൈഫിനെ കണ്ടിരുന്നത്. ട്രഡീഷണലി നമ്മൾ ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ചാണെങ്കിലും ഇപ്പോൾ അരിസ്റ്റോട്ടീലിയൻ എത്തിക്സ് അനുസരിച്ചാണെങ്കിലും നമ്മൾ ഗുഡ് ലൈഫ് എന്ന് നമ്മൾ ബേസിക്കലി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, വളരെ വിർച്വസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്യൂട്ടി, നമ്മുടെ ഫാമിലിനോടുള്ള ഡ്യൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടുള്ള ഡ്യൂട്ടി, നമ്മളിപ്പം ടീച്ചറാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനോടുള്ള ഡ്യൂട്ടി, സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ പഠിക്കുക എന്നുള്ള ഡ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നതിനെയായിരുന്നു നമ്മൾ ഗുഡ് ലൈഫായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയാണ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് വെൽബീയിങ് എന്നൊക്കെയുള്ള ആസ്പെക്റ്റ് ആയിരുന്നു നമ്മൾ ഗുഡ് ലൈഫിലേക്ക് എടുത്തിരുന്നത്. പക്ഷേ മോഡേൺ ടൈംസിലേക്ക് വരുമ്പം നമ്മൾ കൂടുതലും ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ആസ്പെക്റ്റുകൾ, കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇങ്ങനത്തെ ആസ്പെക്റ്റുകളൊക്കെ വരുമ്പോൾ എന്തായിട്ടുണ്ട്, ഇത് കൂടുതലും സക്സസ്, ഫെയിം, അതുപോലെ തന്നെ വെൽത്ത്, അതുപോലെ സോഷ്യൽ മീഡിയ, അവിടെ കിട്ടുന്ന ലൈക്കുകളുടെ എണ്ണം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗുഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബേസിക്കലി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏജും കൂടി ആകുമ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന ലൈക്കുകളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മുടെ വേർത്ത് എന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എത്ര വ്യൂ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകൾ എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് കാണുന്നുണ്ട്, എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചാണ്. എല്ലാവരുടെയും ഒരു ലൈക്കബിൾ പേഴ്സൺ ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളാണ്, സ്റ്റോറികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗുഡ് ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ മോഡേൺ ടൈംസിൽ വിശ്വസിക്കുന്നത്. അതാണ് ആ ഒരു നാരോ പെർസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടി പറ്റും.
അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇപ്പം ഇത് കുറച്ചും കൂടി ഒരു വാല്യൂ അഡീഷനാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ചും കൂടി യുണീക്കായിട്ടുള്ള ഒരു ഇൻട്രോ ആയിരിക്കും. കാരണം നിങ്ങളൊരു വാല്യൂ അഡീഷൻ കണ്ടൻറ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ വളരെ സിമ്പിളായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു പോവാം. എത്തിക്കൽ വാല്യൂസ് ഇൻ മോഡേൺ ടൈംസ് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു എ ലിമിറ്റഡ് റിവ്യൂ ഓഫ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ലൈഫ്. ദിസ് ഹാസ് ലെഡ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് മോറൽ നോംസ് ആൻഡ് പ്രിൻസിപ്പിൾ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് സ്ട്രഗിൾ ടു ഫൈൻഡ് എ ഷെയർഡ് സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് മീനിങ്. എ ഗുഡ് ലൈഫ് ഇൻ ടുഡേസ് ടൈംസ് ഈസ് ലാർജ്ലി പെർസീവ്ഡ് ഇൻ ടേംസ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് വെൽത്ത് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രോ എഴുതാനാണെങ്കിലും പിന്നീട് ക്വസ്റ്റ്യൻ എഴുതാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ് എങ്ങനെയാണ് എത്തിക്കൽ വാല്യൂസിനെ എറോഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ എക്സാമ്പിൾ അല്ലെങ്കിൽ ഓരോരോ പോയിന്റും അതിൻ്റെ എക്സാമ്പിളും വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് നമ്മൾ കൂടുതലും എൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻസ് വേഴ്സസ് മീൻസ് എന്ന് പറയുന്നത് എത്തിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിബേറ്റ് ആണ്. ഇതൊരു കീവേഡാണ്, നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. എൻസ് വേഴ്സസ് മീൻസ് എന്ന് പറയുന്ന ഡിബേറ്റ്. അപ്പോൾ പലയിടത്തും നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, എൻഡ് നന്നായാൽ മതി അല്ലെങ്കിൽ എൻഡ് മീൻസ് എന്താണെങ്കിലും ജസ്റ്റിഫൈഡ് ആണ് എന്നുള്ള ആസ്പെക്റ്റ് പലയിടത്തും എടുക്കുന്നുണ്ട്. പക്ഷേ ആസ് എത്തിക്സ് ഉള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗാന്ധിയൻ എത്തിക്സ് ഒക്കെ വരികയാണെങ്കിൽ എൻസ് ഡു നോട്ട് ജസ്റ്റിഫൈ മീൻസ് ആണ്. എൻസും മീൻസും ഒരുപോലെ നല്ലതാണെങ്കിലേ ഒരു ആക്ഷനെ നമുക്ക് അതൊരു എത്തിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ റൈറ്റ്ഫുൾ ആക്ഷൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് എൻസ് ആർ ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ദാൻ മീൻസ് എന്നുള്ളത് ഈ പറയുന്ന ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ആണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് പ്ലേസ് കിട്ടുമായിരിക്കും, അവിടെ ഇങ്ങനെ ഒരു ഫെയിം കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പ്രൈസ് കിട്ടുമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ നമ്മൾ എക്സാമിന് ചീറ്റ് ചെയ്യുന്നത് ബേസിക്കലി ലോസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ ലൈഫാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, ഈ പറയുന്ന നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന എത്തിക്കൽ വാല്യൂ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ദാൻ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ നമ്മൾ സെൽഫ് ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലും നമ്മുടെ സെൽഫ് ഫെയിം ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മണി, വെൽത്ത്, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല വഴികളും സ്വീകരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, സ്റ്റുഡൻസ് എല്ലാവരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ആസ് എ നേഷൻ എന്ത് ചെയ്യുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടുത്തെ പ്രിവിലേജസ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അത്രയും മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റക്കാവുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നേഷൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, നേഷൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോക്കസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു എത്തിക്കൽ വാല്യൂ ലോസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മെറ്റീരിയലിസം ഓവർ മോറലിസം. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മോറൽ വാല്യൂസിന്, നമ്മുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഓണസ്റ്റി ഇങ്ങനെയുള്ള വാല്യൂസിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പകരം നമ്മൾ എങ്ങനെയെങ്കിലും വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ബേസിക്കലി മെറ്റീരിയലിസം ഓവർ മോറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ സത്യം സ്കാം അല്ലെങ്കിൽ നീരവ് മോദി സ്കാം അല്ലെങ്കിൽ ഇപ്പോൾ വിജയ് മല്യ നടത്തിയ ബാങ്ക് സ്കാമൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ മെറ്റീരിയലിസം ഓവർ മോറലിസം ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ തന്നെ ഫെയിം ആൻഡ് സോഷ്യൽ മീഡിയ വാലിഡേഷൻ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം ആൻഡ് സോഷ്യൽ മീഡിയ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓണസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഫെയർനെസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇപ്പം നമ്മൾ എത്തിക്കൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ അൺഎത്തിക്കൽ വേസിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടില്ലാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് അതായത് എൻ്റെ മുടി ഇത്ര വളർന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവുക ബേസിക്കലി ഈ പറയുന്ന സോഷ്യൽ മീഡിയ വാലിഡേഷനും പോപ്പുലാരിറ്റിക്കൊക്കെ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വെൽത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് എന്താണ്, ഒരു ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂ ലോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അത് വേറൊരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ലാക്ക് ഓഫ് സോഷ്യൽ ആൻഡ് എൻവയൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പലപ്പോഴും ഈ എൻവയൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന കോസ്റ്റ് എന്താണെന്ന് ആലോചിക്കാതെ നമ്മുടെ വെൽത്ത് അക്യുമുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. മൈനിങ് ലെഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ് കോൺസിക്വൻസസ്. ഇന്ത്യയിൽ നമുക്ക് പലയിടത്തും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൈനിങ് അതുപോലെ തന്നെ പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പൊല്യൂഷനൊക്കെ കാരണം അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന്
ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഈ ഒരു ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ മോഡേൺ ടൈംസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ദ ഫോഴ്സസ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് സ്കെപ്റ്റിസിസം ഹാവ് ടേൺഡ് ദെയർ ഡിസെക്റ്റിംഗ് ബ്ലേഡ് ടു ദ ട്രഡീഷണൽ കോൺസെപ്റ്റ് വാട്ട് കൺസിഡർഡ് ഹ്യൂമൻ ക്വാളിറ്റീസ് ഓഫ് എംപതി, കമ്പാഷൻ എക്സെട്ര. കൂടുതലും ആ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പോയിന്റുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഫോക്കസ് ഓൺ ഹെവി ബിൽസ് ബൈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെയൊക്കെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിലെ ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വാളിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. അപ്പം ഇന്നത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ എന്താ ചെയ്യുന്നത്, ബേസിക്കലി ഹയർ ബിൽസ് അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്ക്രിമിനേറ്ററി ആസ്പെക്റ്റ് ആണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്. അപ്പം എംപതി, കമ്പാഷൻ പോലെയുള്ള വാല്യൂസ് ഒക്കെ ലോസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. നെഗ്ലക്റ്റ് ഓഫ് സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. അപ്പോൾ അതായത് നമ്മുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഇന്നർ ഹെൽത്തിന്, മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഇന്നർ വെൽബീയിങ്ങിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പകരം ഔട്ടർ എക്സ്റ്റേണൽ വാലിഡേഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വെൽബീയിങ്ങിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ബേസിക്കലി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ലോസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഡ്യൂ ടു നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഒരുപാട് പോയിന്റുകൾ എഴുതിയിട്ടുണ്ടാവും, അതിൽ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പോൾ സപ്പോസ് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഇതിലുള്ള കീവേഡുകളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക, ഓർക്കുക. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉൾപ്പെടുത്താം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ പാട് വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ് എങ്ങനെയാണ് ലോസ് ഓഫ് എത്തിക്കൽ വാല്യൂസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫാണ് നമുക്കുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, യെസ് കൊടുക്കാം. നമ്മളെന്തായിരിക്കും, സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ദാറ്റ് ലീഡ്സ് ടു കൊറോഷൻ ഓഫ് എത്തിക്കൽ വാല്യൂസ്. ഇനിയിപ്പോൾ നമുക്ക് നാരോ പെർസെപ്ഷൻ അല്ല, നമ്മൾ കുറച്ചും കൂടി വൈഡർ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കമ്മ്യൂണിറ്റേറിയൻ ബേസിസിൽ ആലോചിക്കുന്നവരായിരിക്കും, സോഷ്യൽ വെൽബീയിങ്, സോഷ്യൽ ഹാർമണിക്കൊക്കെ വേണ്ടിയിട്ട് ആലോചിക്കുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, വിർച്വു എത്തിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഈ എത്തിക്കൽ ക്രൈസിസ്, ഇന്നുള്ള എത്തിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജ് കൊണ്ടോ ലോ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, പകരം നമ്മൾ അതിനെ കാണുന്ന വഴി അതായത് നമ്മുടെ വാല്യൂസിൽ ഉണ്ടാകുന്ന ഒരു മിസ്ഡയറക്ഷൻ കാരണമാണ് ഇപ്പോൾ ഉള്ള ഈ പറയുന്ന എത്തിക്കൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം എന്നുള്ളതും കൂടി നിങ്ങളവിടെ പറയണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്രൈസിസ് ആണ് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം എന്നുള്ളതിന് കുറച്ചും കൂടി നമ്മൾ സൊല്യൂഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്യണം. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ നമ്മളെപ്പോഴും അച്ചീവ്മെൻറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറണം, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറണം. അച്ചീവ്മെൻറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ പല ആക്ടിവിറ്റീസിലും നമ്മൾ എത്ര പ്രോപ്പറായി പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ബേസിക്കലി സ്കൂൾ കരിക്കുലം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത്. അതിൽ നിന്ന് കുറച്ചുകൂടി വാല്യൂ ബേസ്ഡ് ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്പിരിച്വൽ ആൻഡ് മോറൽ ഐഡിയൽസ്. ഇപ്പോൾ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഇന്നർ വെൽബീയിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ കോൺഷ്യസ്നെസ്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള അവയർനെസ്, അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള കമ്പാഷൻ പോലെയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ആൻഡ് വർക്ക് പ്ലേസ് റിഫോംസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ CSR, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഡിഗ്നിറ്റി അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവരാം. ആൻഡ് ഇൻ്റർ ജനറേഷണൽ എത്തിക്കൽ ഡയലോഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പണ്ട് ട്രഡീഷണൽ ലൈഫിൽ എന്തായിരുന്നു, എപ്പോഴും ഗ്രാൻഡ് പാരൻസും അതുപോലെ തന്നെ എൽഡർലി പീപ്പിൾ ഒക്കെ ആയിട്ട് നമ്മൾ ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള പല ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയി ചുരുങ്ങുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഇൻ്റർ ജനറേഷണൽ കമ്മ്യൂണിക്കേഷൻസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അവരെന്ത് ചെയ്യും, പല പല രാമായണത്തിലെ കഥയും മഹാഭാരതത്തിലെ കഥയും അല്ലെങ്കിൽ ബൈബിളിലെ കഥയും അല്ലെങ്കിൽ പല പല കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും. അപ്പോൾ ഈ കഥകളിലൊക്കെ എപ്പോഴും ഒരു ലേണിംഗ് നമുക്കുണ്ടാവും, അതിൽ എന്തെങ്കിലും ഒരു മോറൽ ഉണ്ടാവും ഈ കഥയിൽ. അപ്പോൾ ആ മോറൽ ടീച്ചിങ്സ് ആണ് ബേസിക്കലി ആ ജനറേഷനെ കുറേ കൂടി എത്തിക്കൽ ആവാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ആലോചിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റേറിയൻ ആവാനൊക്കെ ആയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ഡയലോഗ്സ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള എത്തിക്കൽ ഇൻ്റർ ജനറേഷണൽ എത്തിക്കൽ ഡയലോഗുകൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ ഇതിൻ്റെ പാർട്ടിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഇത്രയും അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ആൻസർ അത്യാവശ്യം നല്ല രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് ഒരു കോട്ട് വെച്ച് തന്നെ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ദർ ഇസ് മോർ ടു ലൈഫ് ദാൻ ഇൻക്രീസിങ് ഇറ്റ് സ്പീഡ്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല, കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നതാണ്, നമ്മൾ ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യുന്നതാണ്,
എന്നിപ്പോൾ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആസ്പെക്റ്റ് പറയാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് എന്താണ് സ്പെഷ്യലി ഏബിൾഡ് കിഡ്സ് ഒരു റേസ് നടത്തുന്ന ഒരു വീഡിയോ റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി ആക്ച്വലി ബാക്കിലായി പോവുകയാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള കുട്ടികളെല്ലാവരും അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഈ കുട്ടീനെയും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ആ റേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വിന്നേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ എപ്പോഴും സ്പീഡിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ അവിടെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടടുത്ത് സ്ലോ ഡൗൺ ചെയ്യുക, ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യേണ്ടടുത്ത് കൺസിഡർ ചെയ്യുക. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്രോഡർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എത്തിക്കൽ വാല്യൂസിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ കുറേ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കോഡ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള മോറൽ തിങ്കേഴ്സിൻ്റെ ലൈഫിൽ നടന്ന എന്തെങ്കിലും സ്റ്റോറീസൊക്കെ അനക്ഡോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനെയൊക്കെ എക്സാമ്പിളായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസറിനെ എൻറിച്ച് ചെയ്യാനും കുറച്ചും കൂടി ഒരു എത്തിക്കൽ പെർസ്പെക്റ്റീവ് കൊടുക്കാനും വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ദാറ്റ്സ് അബൌട്ട് ടുഡേ. നമുക്ക് ഡേ 6 നാളെ കാണാം കേട്ടോ. താങ്ക് യു.